ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. വിവോ X200ൻ്റെ അൺബോക്സിങ് ആൻഡ് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ബോക്സ് ആണ് ഈ ഉള്ളത്. ഈ ഫോണിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ്. ആദ്യം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വിവോ X200ൻ്റെ ഫോണാണ്. അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള പ്രീമിയം ലുക്കുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. വിവോ X200ൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒമേഗ ബ്ലാക്ക് ആൻഡ് നാച്ചുറൽ ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മളുടെ ഫോൺ നാച്ചുറൽ ഗ്രീൻ കളറാണ്. വളരെ പ്രീമിയം ലുക്കുള്ള നല്ല എലഗൻ്റ് ലുക്കുള്ള ഒരു കളറാണ്. ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കാം. ഈ ഒരു പാക്കറ്റിനുള്ളിൽ വരുന്നത് ഫോണിൻ്റെ ഒരു ബാക്ക് കേസാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് കേസാണ്. പിന്നെ അതിനുള്ളിൽ ഫോണിൻ്റെ ഒരു സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ളൊരു കാർഡുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവലും ആ ഒരു കാർഡ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് കേസ് ഫോണിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ഈ ഒരു പാക്കറ്റിനുള്ളിൽ വരുന്നത് ഫോണിൻ്റെ ചാർജർ, അതായത് C ടൈപ്പ് USB കേബിളും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിൻ്റെ അഡാപ്റ്ററുമാണ് ഈ ഒരു പാക്കറ്റിനുള്ളിലുള്ളത്. ഇനി ഇതിൽ വരുന്നതൊരു സിം ഇജക്ടറാണ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും എങ്ങനെയാണെന്നൊന്ന് നോക്കാം. 6.67 ഇഞ്ച് എമോൾഡഡ് LTPO ഡിസ്പ്ലേ ആണ്. കാഴ്ചയ്ക്ക് നല്ല വ്യക്തതയും അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നല്ല സ്മൂത്ത്നെസ്സും ഉണ്ട്. 2800 × 1260 പിക്സൽ റെസൊല്യൂഷനാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ക്രിസ്പ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗും ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. സ്മൂത്ത് സ്ക്രോളിംഗ് ആണ്. അതുപോലെ തന്നെ വളരെ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഗെയിമിങ്ങിന് യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഫോണാണ്. HDR10+ 2500 nits ബ്രൈറ്റ്നസ് ആണ്. എത്ര വെളിച്ചമുള്ള സിറ്റുവേഷനിലാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള വിസിബിലിറ്റിയാണ്. കർവ്ഡ് ഡിസൈനാണ് ഫോണിൻ്റെ ഒരു പ്രത്യേകത. മെറ്റൽ ഫ്രെയിമാണ്. പ്രീമിയം ഫിനിഷിങ്ങും ആകർഷകമായ ലുക്കും പ്രീമിയം ഫീലും ഈ ഒരു കർവ്ഡ് ഡിസൈൻ ഈ ഫോണിന് നൽകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസും സ്റ്റോറേജും ഒന്ന് നോക്കാം. MediaTek Dimensity 9400 ആണ്. 60 GB LPDDR5.6 റാം ആണ്. പ്ലസ് 8 GB വിർച്വൽ റാം ഉണ്ട്. മൾട്ടി ടാസ്കിങ്ങിന് പറ്റിയ ഫോണാണ്. 512 GB UFS 4 സ്റ്റോറേജ് ആണ്. വളരെ വേഗതയേറിയ ട്രാൻസ്ഫറും ശരിക്കും ഒരുപാടധികം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. FunTouch Zero S15 ആൻഡ്രോയിഡ് തകർപ്പൻ സോഫ്റ്റ്വെയർ അനുഭവമാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് നൽകുന്നത്. ഇനി നമുക്കിതിൻ്റെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ക്യാമറയുടെ സെറ്റിങ്സ് എങ്ങനെയാണ്, ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സൂപ്പറായിട്ടുള്ള ക്യാമറയാണ്. 50 MP പ്രൈമറി ക്യാമറയാണ് ഇതിൽ വരുന്നത്. എത്ര കുറഞ്ഞ വെളിച്ചത്തിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ വെളിച്ചം കുറവാണല്ലോ എന്ന് കരുതി അതിൻ്റെ ക്ലാരിറ്റിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ 50 MP അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. ഗ്രൂപ്പ് ഫോട്ടോകൾക്കും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഷോട്ടുകൾക്കൊക്കെ സൂപ്പറാണ്. 50 MP ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. 3x ഓപ്റ്റിക്കൽ സൂമാണ്. സൂം ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവും വരുന്നില്ല. 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതിൽ തന്നെ AI ബ്യൂട്ടിഫിക്കേഷൻ ഉൾപ്പെട്ടാണ് വരുന്നത്. 4K റെക്കോർഡിംഗ് ഉണ്ട്. നല്ല മികച്ച പോർട്രേറ്റുകൾക്കും വീഡിയോ കോളുകൾക്കും ഒക്കെ നല്ല ക്ലാരിറ്റിയും അതിൻ്റെ ഒരു പെർഫെക്ഷനും എല്ലാം ഉണ്ടാവും. BCS സ്പെക്ട്രം ടെക്നോളജിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാറ്ററിയും ചാർജിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 5800 MHz ബാറ്ററിയാണ്. ഒരു ദിവസം നിങ്ങൾ എത്ര യൂസ് ചെയ്താലും നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു ഫുൾ ഡേ അതിൻ്റെ ചാർജ് ഒട്ടും കുറയാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ആണ്. 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 80% ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. വയർലെസ് ചാർജിങ്ങിനും ഉള്ള
ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെ സവിശേഷതകളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് IP68, IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കറും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ മികച്ച ഒരു ഓഡിയോ അനുഭവമാണ് നൽകുന്നത്. നല്ല ലൗഡായിട്ടുള്ള വോയിസ് ആണ്. നല്ല പാട്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള വോയിസ് ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. വിവോ X200ൻ്റെ 60GB റാം പ്ലസ് 512GB റോമിൻ്റെ ഫോണിന് 71,999 രൂപയാണ് വില വരുന്നത്. വിവോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലും നിങ്ങൾക്ക് ഈ ഒരു മോഡലിൻ്റെ ഫോൺ ലഭ്യമാണ്. ഇനി ഏതൊക്കെ ആളുകൾക്കാണ് ഈ ഫോൺ കൂടുതലായിട്ട് സ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ അധികം സ്റ്റോറേജും റാമും ആവശ്യമുള്ള ഒരാളാണെങ്കിലും ദീർഘനേരം ബാറ്ററി ബാക്കപ്പ് ആവശ്യമുള്ള ഒരാളാണെങ്കിലും ക്യാമറ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ ഈ ഫോൺ കണ്ണും പൂട്ടി വാങ്ങിക്കോളൂ. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വീഡിയോകളും വേറെ വീഡിയോസും ഒക്കെ കാണുന്നതിനായിട്ട് നമ്മളുടെ ചാനലിലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.